ഹായ് ഹലോ. ജയൻ രവി, കീർത്തി സുരേഷ്, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആന്റണി ഭാഗ്യരാജ് സംവിധാനം ചെയ്ത സൈറൻ എന്ന് പറയുന്ന തമിഴ് ചിത്രം. പടം തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ആക്ച്വലി ഇത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത തിയേറ്റർ റിലീസായിട്ട് വന്ന പടമാണ്. ആ സമയത്ത് ഇവിടുത്തെ തിയേറ്ററിന്റെ തിരക്കുകൾ മലയാളം പടങ്ങളുടെ ഒരു എവല്യൂഷൻ നമ്മൾ കണ്ടതാണല്ലോ. പ്രേമലു, മഞ്ഞുമൽ ബോയ്സും പ്രമേയവും എല്ലാം ടൈറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും കേരളത്തിലെ സെന്റേഴ്സ് കുറവായിരുന്നു. തമിഴ്നാട്ടിലും അത്രത്തോളം സക്സസ് ആയിട്ടുള്ള ഒരു പടമല്ലായിരുന്നു. മിക്സഡ് റിവ്യൂവും നെഗറ്റീവ് റിവ്യൂവും തന്നെയായിരുന്നു ആ സമയത്ത് ഈ പടത്തെക്കുറിച്ച് കൂടുതലായിട്ട് കേട്ടോണ്ടിരുന്നത്. ആ ഒരു എക്സ്പെക്ടേഷനിലാണ് ആക്ച്വലി ഞാൻ പടം കണ്ടത്. അതുകൊണ്ട് തന്നെ എന്റെ എക്സ്പെക്ടേഷൻ ഒരു മാറ്റം വരുത്താത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പടം തന്നത്. പണ്ട് തൊട്ട് പല പടങ്ങളിലും തമിഴിൽ തന്നെ കുറെ പടങ്ങളിൽ കണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ, ഒരു ത്രില്ലർ പരിപാടിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ പടവും കാണിക്കുന്നത്. ഈ ജാതിയുടെയും പൊളിറ്റിക്സിന്റെയും ഒക്കെ കഥ പറയുന്ന പടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അത് സാധാരണക്കാരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവരതിനെതിരെ കാണിക്കുന്ന ഒരു റിവെഞ്ച് സ്റ്റോറീസും ഒക്കെ ഇതിനു മുന്നേ വന്നിട്ടുള്ളതാണ് ഒരുപാട്. അത് തന്നെയാണ് ഇവിടെയും തുടർന്നുകൊണ്ട് പോകുന്നത്. ഇതിന്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് ആക്ച്വലി എനിക്ക് തോന്നിയത് ഇതിന്റെ റൈറ്റിംഗ് തന്നെയാണ്. ഇത് ഒട്ടും വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ല. ആക്ടിംഗ് വൈസും അങ്ങനെ ആരും നല്ല രീതിയിൽ പെർഫോം ചെയ്തൊന്നും, അല്ലെങ്കിൽ ഓക്കെ പടം കൊള്ളത്തില്ല, ഇന്ന ആളുടെ പെർഫോമൻസ് നല്ലതാണ് അങ്ങനെ പറയാൻ പോലും നമുക്ക് പറ്റത്തില്ല. ജയൻ രവിനെ കൊണ്ട് പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയാണ് ഇതിൽ. എനിക്ക് പിന്നെയും കുറച്ചും കൂടെ കൺവിൻസിംഗ് ആയിട്ട് തോന്നിയത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ട്. അതിലാണ് എനിക്ക് കുറച്ചും കൂടെ കൺവിൻസിംഗ് ആയിട്ട് തോന്നിയത്. ഫ്ലാഷ് ബാക്കിലൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ആക്ച്വലി അനുപമ പരമേശ്വരനുമായിട്ടാണ് വരുന്നത്, കോമ്പിനേഷൻ വരുന്നത്. ആ സീക്വൻസിലൊന്നും നമുക്ക് അത് ഇത്തിരി പാടാണ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. പിന്നെ ഇതിന്റെ അത് ലീഡ് ഫീമെയിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് കീർത്തി സുരേഷ് ആണ്. കീർത്തി സുരേഷ് ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ഇതിന്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. കീർത്തി നല്ലൊരു ആക്ട്രസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആള് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നി ഈ ഒരു ക്യാരക്ടർ ക്യാരി ചെയ്യാൻ വേണ്ടി. കോമഡിക്കായിട്ട് യോഗി ബാബുവിനെ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിലും അത് യോഗി ബാബുവിന്റെ ഇതിനു മുന്നുള്ള പടങ്ങളിലെ എല്ലാം ഷെയ്ഡ്സ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു റിപ്പീറ്റേഷൻ എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഒന്നും ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇതില്. യോഗി ബാബുവിന്റെ കാര്യം പറയുവാണെങ്കിൽ സമുദ്രകനിയും മറ്റൊരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് ആക്ച്വലി. ഇത് ഇത്രയും പേരൊക്കെ ഉള്ള പടമാണെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ നല്ല നല്ല പെർഫോമൻസസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ കൂടെ പോയെന്നുള്ളതല്ലാതെ ഒരു പടം ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു പടം അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ഒരു വാവ് ഫാക്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പടത്തില്. സ്റ്റോറി ലൈൻ ആണെങ്കിലും ആ ഒരു സ്റ്റാർട്ടിങ്ങിലും പിന്നെ ഇടയ്ക്ക് എവിടെയൊക്കെ കുറച്ചും കൂടെ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പിന്നെ അത് പോകും. ആ ഒരു ഫ്ലോ ഇല്ല. കഥ പറഞ്ഞു പോകുന്നതിന്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ ഇതുപോലത്തെ ത്രില്ലർ പടങ്ങൾക്ക്, അതില്ല. ജയൻ രവിയുടെ മോളായിട്ട് കാണിക്കുന്ന കുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ പടത്തിന്റെ വിഷ്വൽ ആൻഡ് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടം ഒന്ന് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ. അത് നമുക്ക് പടത്തിൽ കാണാൻ പറ്റും. സാംസിയസ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ജീവി പ്രകാശ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, സെൽവകുമാർ എസ് കെ ആണ് സിനിമാറ്റോഗ്രാഫർ. ഷോർട്സിലും മ്യൂസിക്കിലും എല്ലാം നമുക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇത് ബേസ് കറക്റ്റ് ആയില്ലെങ്കിൽ ഇതൊന്നും എത്ര ലിഫ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. അതാണ് ഈ പടം തരുന്ന ഒരു എക്സ്പീരിയൻസ്. ആക്ച്വലി ഒരുപാട് മാറ്റങ്ങളുടെ ഒരു സമയമാണിത്. ഓഡിയൻസ് മാറി, ഇൻഡസ്ട്രി മാറി, വേ ഓഫ് ഫിലിം മേക്കിംഗ് മാറി. ഓഡിയൻസിന് ഇപ്പൊ വേണ്ടത് ഈ ടിപ്പിക്കൽ രീതിയിലുള്ള ഒരു ക്ലീഷേ പടം, 2-2.5 മണിക്കൂർ ചുമ്മാ എന്തോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു പടം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഇതിനകത്ത് മറ്റേ തമിഴ് പടത്തിൽ ഇടയ്ക്ക് കണ്ടു വന്നുകൊണ്ടിരുന്ന ഒരു പാസം അത് ഈ പടത്തിലും ഉണ്ട്. അപ്പൻ മകൾ തമ്മിലുള്ള ഒരു പാസം കുത്തി കയറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പടങ്ങളോട് ഓക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഓഡിയൻസ് അല്ല ഇപ്പോൾ. ഓഡിയൻസ് മാറി. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളിലേക്കുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഫിലിം മേക്കേഴ്സ് എടുക്കേണ്ടതാണ്. ലോജിക്കിന്റെ പ്രശ്നങ്ങൾ കുറെ സ്ഥലങ്ങളിൽ എനിക്ക് തോന്നി. അത് പിന്നെ ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. കാര്യം ആ ലോജിക്ക് മാറ്റി വെച്ചാലും നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഇല്ല ഇതിന്റെ അകത്ത്. പടത്തിന്റെ ടൈം ലെങ്തും എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. കുറച്ച് 2.5 മണിക്കൂറോളം ഉണ്ട് ഈ പടം. കുറച്ച് ട്രിം ഡൗൺ ചെയ്യുമായിരുന്നെങ്കിൽ ഇത്രയും കൂടെ എഫക്റ്റീവ് ആയേനെന്ന് ഫീൽ ചെയ്തു. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്